എമ്പുരാനെ റിലീസ് ചെയ്യാൻ ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. എന്നാൽ പിന്നെ ആ ട്രെയിലറും ടീസറും കൂടെ ഒന്നുകൂടെ കാണാന്ന് വെച്ചു. പിന്നെ നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കൂടി ഒന്നുകൂടെ കാണാന്ന് വെച്ചു. കാര്യം വേറൊന്നുമല്ല, നമ്മൾ പല സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ട്. അതിലെ പല സീനുകളും നമ്മൾ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോകും. ചിലതൊക്കെ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. പക്ഷെ ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ സീനുകൾ എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ആകാം, അല്ലെങ്കിൽ സിനിമയുടെ സുപ്രധാന രംഗങ്ങളിൽ ഒന്നാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എമ്പുരാന്റെ ടീസറും ട്രെയിലറും ഒന്നുകൂടെ കാണാം. മാത്രമല്ല ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കൂടി ഒന്നുകൂടെ കാണാന്ന് വെച്ചത്. ആ ഒരു ടീസറും ട്രെയിലറും സിനിമയും കണ്ടു കഴിഞ്ഞപ്പോൾ എമ്പുരാന്റെ സ്റ്റോറി ലൈൻ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി പറയണമെന്ന് തോന്നി. അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നി ആ ഒരു ലൈനിൽ തന്നെ നിങ്ങൾക്കും തോന്നാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ മുഴുവനായി കാണണം എന്ന് പറയുന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ഖബൂക്ക ഗ്യാങ്ങും അതുപോലെ ഖുറേഷി എബ്രഹാം ഗ്യാങ്ങും തമ്മിലുള്ള ഒരു ഗ്യാങ് വാർ തന്നെയായിരിക്കും. അതായിരിക്കും തുടക്കം എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ട്രെയിലർ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് ഗ്യാങ്ങിനെ ഒരേ സമയം സ്പോട്ട് ചെയ്യുന്ന MI6 ഒരു ഏജന്റ്, ഒരു ലേഡി ഉണ്ടല്ലോ, ആ ഒരു ലേഡി പറയുന്ന സീനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖബൂക്ക ഗ്യാങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ ഖുറേഷി എബ്രഹാം ഗ്യാങ്ങിന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മാറുന്നുമല്ല, ആ ഒരു ട്രെയിലർ എടുത്ത് നോക്കിയാൽ തുടക്കം കാണുന്ന ഒരു സീനില് ഒരു മാല ഇങ്ങനെ കിടക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനിലെ ആ മാല എന്ന് പറഞ്ഞാൽ ഖബൂക്കയുടെ കഴുത്തെ കിടക്കുന്ന ഒരു മാല പോലെ സെയിം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഖബൂക്കയെ കംപ്ലീറ്റ് ആയിട്ട് ഖുറേഷി എബ്രഹാം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്തായിരിക്കും സാക്ഷാൽ MI6 ഇവരെ ഖുറേഷി എബ്രഹാമിനെ സ്പോട്ട് ചെയ്ത് ഖുറേഷി എബ്രഹാമിനെ ട്രാപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി നശിപ്പിക്കാമെന്ന് വിചാരിച്ചു വരുന്ന സീൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, നമുക്കറിയാം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ലൂസിഫറിന്റെ തുടക്കം കാണിക്കുന്നുണ്ട്. ഇന്റർപോൾ ഹെഡ് ഓഫീസിൽ ഇങ്ങനെ ഖുറേഷി എബ്രഹാമിനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു പത്രക്ലിപ്പിൽ പറയുന്നുണ്ട് MI6 ഖുറേഷി എബ്രഹാമിനെ ട്രേസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വാർത്ത അറിയാവുന്ന വ്യക്തിയുണ്ട്. അതേ വ്യക്തി തന്നെ എമ്പുരാനി വരുന്നുണ്ട്. അപ്പൊ ആ അതേ വ്യക്തി എമ്പുരാനി വരുന്നുണ്ട്. അത് സയ്യിദ് മസൂദിന് കീഴിലാണ്. അപ്പൊ ഈ ഒരു സയ്യിദ് മസൂദ് വഴി ഈ ഒരു വാർത്ത അറിയുന്നുണ്ടായിരിക്കും. അതായത് ഖുറേഷി എബ്രഹാമിനെ ട്രാക്ക് ചെയ്യാനാണ് ഇങ്ങനെ ഒരു സംഭവം. ഈ ഖബൂക്ക ഗ്യാങ്ങുമായിട്ടൊരു ഡിസ്കസ് ചെയ്യാൻ മീറ്റിംഗ് നടത്താന്ന് പറയുന്നു. അവിടെ ഗ്യാങ് വാർ നടക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഖുറേഷി എബ്രഹാം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഇതിൽ ആ ഒരു സമയത്ത് സയ്യിദ് മസൂദിന്റെ എൻട്രി ആയിരിക്കും. അങ്ങനെ സയ്യിദ് മസൂദിന്റെ എൻട്രിയിൽ വന്നായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ MI6 കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന ഈ ഒരു അവിടെ വരുന്ന ഏജൻസികളെല്ലാം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന സാധ്യത ഉണ്ട്. അതോ അവര് തമ്മിൽ ഒരു ഡീൽ വെക്കുമോ? മറ്റൊരു വമ്പൻ തിമിംഗൽ, അതാ ഞാൻ പറഞ്ഞത്, റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ മറ്റൊരു വമ്പൻ തിമിംഗൽ ഇതിന്റെ ബേസിലുണ്ട്, ഡ്രഗ്സ് ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു റെഡ് ഡ്രാഗനെ പിടിക്കാൻ വേണ്ടി താങ്കൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ MI6 കീഴിൽ അവര് ട്രെയിലർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നടത്തിയത്. എന്തായാലും ഈ ഒരു സയ്യിദ് മസൂദ് വന്നായിരിക്കും ഖുറേഷി എബ്രഹാമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു സയ്യിദ് മസൂദ് എങ്ങനെ വന്നു എന്നതിന്റെ പാസ്റ്റിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, പൃഥ്വിരാജ് തന്നെ പറയുകയുണ്ടായി ഈ ഒരു സിനിമയുടെ ഏകദേശം ഒരു 30-40% എന്ന് പറയുന്നത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം നോർത്തിലെ ബേസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഗ്യാങ് വാറിന് ശേഷം കഥ നേരെ പോകുന്ന സയ്യിദ് മസൂദ് എങ്ങനെ ഖുറേഷി എബ്രഹാമിലോട്ട് വന്നു എന്നാണ്. നമുക്ക് ട്രെയിലർ നോക്കാൻ കാണാൻ പറ്റി സാധിക്കും. ഒരു ഭയങ്കരമായ ഒരു റയോട്ട് ഉണ്ടായിട്ടുണ്ട്. ആ റയോട്ടിൽ നിന്ന് കുറച്ചധികം പേര് പലായനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പലായനം ചെയ്ത് പോലെ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു ചെറിയൊരു ലോറിക്കകത്ത് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. അത് കൊണ്ടുപോകുന്ന ഒരു പാലസിലോട്ടാണ്. അവിടെ ഒരു വലിയൊരു സ്ത്രീ, ഒരു ആട്യത്തോളം വലിയൊരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ സ്ത്രീ ആയിരിക്കും അവിടുത്തെ ഒരു രാജ്മാതാ സെറ്റപ്പിലുള്ള ഒരു എന്ന് പറഞ്ഞത്. അതായത് ചിലപ്പോൾ ഒരു പക്ഷേ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും അവിടെ വരുന്നത്. എന്നാൽ ആ ഒരു പാലസ് പിന്നീട് ട്രെയിലർ കാണിക്കുന്നതിലും ആ ഒരു പാലസിന് ചുറ്റും കുറെ ജീപ്പുകളും ഒരു ബുൾഡോസറും വരുന്ന സീനുണ്ട്. അതായത് ഇവിടെ ഈ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ട് അഭിമന്യു സിംഗിന്റെ കഥാപാത്രം ഉണ്ടല്ലോ, സാക്ഷാൽ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രം, അവർ ആ പാലസ് കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്ത് അവിടെയുള്ളവരെല്ലാം നശിപ്പിക്കുന്നുണ്ട്. ആ ഒരു സീൻ കറക്റ്റ് ട്രെയിലറിൽ പല സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. അത് ആ സമയത്തായിരിക്കും ഒരുപക്ഷെ സയ്യിദ് മസൂദിന് തന്റെ അനിയനെ നഷ്ടപ്പെടുന്നത്. അനിയൻ മരിക്കാനുള്ള സാധ്യത ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ അനിയൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത പറയുന്നുള്ളൂ. അതായത് ആ ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു കൊച്ചിന്റെ കഥാപാത്രം ഒരു കൈ പിടിക്കുന്ന സീൻ. ആ ഒരു ലുക്കും ഷർട്ടും കണ്ടിട്ട് അത് സാക്ഷാൽ ഖുറേഷി എബ്രഹാമുള്ള സാധ്യതയുണ്ട്. എന്തായാലും സയ്യിദ് മസൂദ് ഇവരിൽ നിന്നെല്ലാം വിട്ട് പലായനം ചെയ്തു പോകുന്നുണ്ട്. ഈ സയ്യിദ് മസൂദിനെ ഒരുപക്ഷെ ഒരു സീനും കാണിക്കുന്നുണ്ട്, ഒരു ലോറിയിൽ ഇങ്ങനെ പോകുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ എല്ലാം റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഈ ടെററിസ്റ്റിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു സീനാണുള്ള സാധ്യതയുണ്ട്. അവിടെ വെച്ചായിരിക്കും സാക്ഷാൽ ഖുറേഷി എബ്രഹാമും സയ്യിദ് മസൂദും കണ്ടുമുട്ടുന്നു. അങ്ങനെ കമാൻഡർ ഇൻ ചീഫ് ആവുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു പക്ഷേ തന്റെ കുടുംബത്തെ നശിപ്പിച്ചു പോയവരോട് വെഞ്ചൻസ് ചെയ്യാൻ വേണ്ടി ഖുറേഷി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സാക്ഷാൽ സയ്യിദ് മസൂദ് വരുന്ന സീനായിരിക്കും. അതാണ് ട്രെയിലർ എൻഡിൽ കാണിക്കുന്ന സീൻ. നിങ്ങൾ ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു ഫൈറ്റ് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അതിനകത്തൊരു കമാൻഡർ ഇൻ ചീഫിന്റെ ഡ്രസ്സിലല്ല സയ്യിദ് മസൂദ് വരുന്നത്. ഒരു ഷർവാനിയൊക്കെ ഇട്ട്, അതൊരു പക്ഷെ നമ്മുടെ ഈ ഗുജറാത്തിലെ നോർത്ത് സീൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ഫൈറ്റ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് അഭിമന്യു സിംഗിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ഫൈറ്റ് ആയിരിക്കും കാണുന്നത്. അതായിരിക്കും ഒരുപക്ഷെ ഒരു ഇന്റർവെൽ
എൻഡ് സീൻ എന്ന് പറയുന്നത്. ഇന്റർവെൽ ബ്രേക്ക് സീൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കും. പിന്നീട് ഇന്റർവെലിന് ശേഷമുള്ള കഥ എന്ന് പറയുന്നത് സാക്ഷാൽ ഇവിടെ കേരളത്തിൽ നടക്കുന്ന കഥയായിരിക്കും. അതായത് IUFന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പൊ ജതിൻ രാംദാസിന് അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം അധികാരക്കൊതി മൂത്തിട്ട് തന്റെ ഏകാധിപത്യം വരും കാണിക്കുന്നത്, മറ്റുള്ളവരെ എല്ലാം ഭരിച്ച് തന്റെ ഏകാധിപത്യം വരും കാണിക്കുന്നത്. അത് തന്നെയാണ് പല സീനിലും കാണിക്കുന്നത്. പല സീനിലും ആൾക്കാരെല്ലാം പേടിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഇപ്പം ജാൻവിയുടെ സാനിയ അയ്യപ്പന്റെ ജാൻവിയുടെ കഥാപാത്രമാണെങ്കിലും നൈലേഷയുടെ കഥാപാത്രമാണെങ്കിലും ഒക്കെ ഈ ഒരു ന്യൂസ് കണ്ട് ഞെട്ടിത്തിരിക്കുന്ന സീനുണ്ട്. അത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം അഖണ്ഡ ശക്തി മോർച്ച എന്ന് പറഞ്ഞൊരു പാർട്ടിയെ കുറിച്ച് പ്രസംഗിക്കുന്ന സീനുണ്ട്. അപ്പൊ ഈ IUFന്റെ ഒരു ഭാഗവും ഈ അഖണ്ഡ ശക്തി മോർച്ചയും കൂടെ കമ്പയിൻ ചെയ്ത്, അതായത് ഏകാധിപതിയായി വാഴാൻ വേണ്ടി ഈ ഒരു കമ്പയിൻ ചെയ്ത സീനായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ അവരെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ നൈലാവിഷം നിൽക്കുന്ന ഒരു സീനിൽ ഒരു ക്യാമറയില് ഒരു ഫെയ്ഡായിട്ട് എഴുതി കാണിക്കുന്ന തിരുവനന്തപുരം അഖണ്ഡ ശക്തി മോർച്ച ജില്ലാ പ്രസിഡന്റ് സുധർമ്മൻ എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ മേളിലെ കേരള ജനതയ്ക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കാണിക്കുന്നത്. അപ്പൊ എന്തോ ഒരു സംഭവം, ഒരു ന്യൂസ് ഹെഡ്ലൈൻ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പൊ ഇവിടെ ഇതേ സമയം നടക്കുന്ന തന്നെ ജതിന്റെ ട്രാക്ക് വേറെ ലെവലിലോട്ടാണ് പോകുന്നതെന്ന് പ്രിയദർശിനി അറിയുന്നുണ്ട്. അതായത് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പ്രിയദർശിനി ഒരു ഫയൽ എടുത്ത് മറിച്ചു നോക്കിയ രംഗമുണ്ട്. അതേ തന്നെ രീതിയിൽ ഒരു ഓഫീസിലെ 2 ഫയൽ വെക്കുന്ന ഒരു സീനും നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജതിൻ രാംദാസ് ശരിക്കും പറഞ്ഞാൽ ദൈവപുത്രൻ തന്നെയാണോ? അവിടെയായിരിക്കും ഗ്രേ ഷെയ്ഡ് വരുന്നത്. അതുപോലെ തന്നെ 2 സീനിലെ ജിതിൻ രാംദാസും പ്രിയദർശിനിയും 2 സൈഡിൽ നിൽക്കുന്ന ഒരു സീനുണ്ട്. നടുക്കൊരു തൂൺ മറച്ച ഒരു സീൻ. അതൊരു പക്ഷെ രണ്ടുപേരും 2 ധ്രുവങ്ങളിലാണ് എന്ന് കാണാൻ സാധിക്കുന്ന സീനാണ്. അതൊരു സീനിലെ പ്രിയദർശിനിക്ക് സ്വാഗതം, അതായത് നെടുമ്പള്ളി ഡാമിനെതിരെയുള്ള പ്രതിഷേധ യോഗം എന്ന് പറഞ്ഞ ഒരു യോഗം നടത്തുന്നുണ്ട്. അവിടെ ഫ്ലെക്സുകൾ മൊത്തം പ്രിയദർശിനിയാണ്. രണ്ടുപേരും ഒരേ പാർട്ടിയിലാണെങ്കിൽ രണ്ടുപേരുടെ ഫ്ലെക്സ് വരണ്ടല്ലേ, ഇത് പ്രിയദർശിനിയുടെ ഫ്ലെക്സ് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ അവിടെ ആൾക്കാർ ചിന്നിച്ചെറി പോകുന്നതുകൊണ്ട് അവിടെ ഇഗ്യാറിനെ കോലക്കാക്കുന്നുണ്ട്. അതായത് ആ യോഗം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ജതിൻ രാംദാസ് തന്നെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീടുള്ള പറയുന്നുണ്ട്, ഒരു സീനിൽ പ്രിയദർശിനെ പറയുന്നുണ്ട്, എനിക്ക് ജാൻവി കഴിഞ്ഞാൽ പിന്നെ രക്തബന്ധം എന്ന് പറയാൻ ഒരാളെ ഉള്ളൂ, അതെന്തായാലും സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കും. പക്ഷേ ഒരു ട്വിസ്റ്റ് അവിടെ വരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ ജതിൻ രാംദാസിന് എന്തെങ്കിലും പറ്റാൻ കാരണം പ്രിയദർശിയാണെന്ന് ഞാൻ തോന്നുന്നില്ല. അവിടെ വേറൊരു എൻറ്റിറ്റി, അതായത് നമ്മുടെ ബോബിയെ പോലെ തന്നെ ജതിൻ രാംദാസിനും അമേരിക്കയിൽ അവിടെ താമസിച്ച വ്യക്തിയായതുകൊണ്ട് അവിടെ തന്നെ വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഡ്രഗ് കാർട്ടലുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാർട്ടലുമായിട്ട് തെറ്റി സാക്ഷാൽ ജതിൻ രാംദാസിനെ വധിക്കുന്ന വഴിയാണോ സ്റ്റീഫൻ നെടുമ്പള്ളി ഇത് അറിയുന്നതും തിരിച്ചു വരുന്നതും? ഗോവർദ്ധൻ നമുക്കറിയാം സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണാൻ പോകുന്ന രംഗമൊക്കെ ഉണ്ട്. അതിൽ തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു തിരിച്ചു വരുന്ന രംഗത്തിൽ കാണിക്കുന്ന ഒരു മരം ഇങ്ങനെ കത്തുന്ന സീൻ, അതൊരു പക്ഷെ എനിക്കൊന്ന് പഴയ നെടുമ്പള്ളിയുടെ ആ ഒരു ഫാക്ടറി ഉണ്ടല്ലോ, ആ ഗോഡൌൺ പോലെ ഫാക്ടറി ഉണ്ട്, അതാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സീനിൽ തന്നെ പ്രിയദർശിനിയുടെ ഒരു സീനും ഉണ്ട്. അതായത് പ്രിയദർശിനിയും ആ ഒരു മരം കത്തുന്ന സീനിൽ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട്. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ആ ഒരു ഗോഡൌണിൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടായിരിക്കും. അവിടെ വെച്ചാണല്ലോ സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വരുന്ന സീനും കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജതിൻ രാംദാസിനെ വകവരുത്തിയ ആളെ കണ്ടുപിടിക്കാൻ പോകുന്നതായിരിക്കും സാക്ഷാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ഈ റെഡ് ഡ്രാഗണിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും പിന്നീടുള്ള സീനിൽ കാണിക്കുന്നുണ്ട് IUFന്റെ തലപ്പത്തേക്ക് പ്രിയദർശിനിക്ക് സ്വാഗതം എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിൽ ഒരു എന്താ പറഞ്ഞ പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് അഴിമതി പോയ പാർട്ടി മാറി സാക്ഷാൽ പ്രിയദർശിനി വരുന്ന രംഗമായിരിക്കും. എങ്കിലും എനിക്ക് 2 സംശയമുണ്ട് ഇവിടെ. ഈ ജതിൻ രാംദാസിന് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന് പറയുന്നെങ്കിൽ കൂടിയും ഈ ജതിൻ രാംദാസിന് സംഭവിക്കാൻ കാരണം ഇനി പ്രിയദർശിനിയാണ്. ഈ ഗ്രേ ഷെയ്ഡിൽ ടൊവിനെ പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ മഞ്ജു വാര്യരെ നമുക്ക് ഗ്രേ ഷെയ്ഡിൽ നിർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതെന്താന്നുള്ളത് എമ്പുരാൻ വന്നാലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ ആയിരിക്കും സിനിമ സംഭവിക്കാൻ പോകുന്നത്. ജതിൻ രാംദാസിന് എന്തെങ്കിലും സംഭവിച്ച് തിരിച്ചു വരുന്നത് അതിന് കാരണക്കാരനാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാർട്ടലായിരിക്കും. റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ കാർട്ടലിലോട്ട് പോവുകയും അത് ടൈലൻ സീനിലോട്ട് വരുന്നതായിരിക്കും സംഭവം എന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കുറെ പോയിന്റ്സ് ലിങ്ക് ചെയ്ത് കിട്ടുന്ന കുറെ പോയിന്റ്സുകളുണ്ട്. അത് എന്തെല്ലാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എമ്പുരാനിൽ ഒരുപാട് കമ്മി അപ്പിയറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ വരുമ്പോഴായിരിക്കും ഈ കണക്ട് ചെയ്യാത്ത പോയിന്റ് അല്ല കണക്ട് ചെയ്യുന്നത്. എന്തായാലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഏകദേശം ഒരു സ്റ്റോറിയിലെ ഇതുപോലെ തന്നെ ആകാനുള്ള സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ തന്നെ ആകാനുള്ള സാധ്യതയാണ് കൂടുതലും വരുന്നത്. ഇതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാലേ ഉള്ളൂ. അപ്പം ഗ്രേ ഷെയ്ഡ് നിർത്താൻ നമുക്ക് ഒരുപാട് പേരെ ആൾക്കാർ ഗ്രേ ഷെയ്ഡ് നിർത്താറുണ്ട്. ഇപ്പൊ ഞാൻ എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാൽ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗ്രേ ഷെയ്ഡ് വരുമോ? അതുപോലെ തന്നെ പ്രിയദർശിനി രാംദാസ് ഗ്രേ ഷെയ്ഡ് ആണോ? ജിതിൻ രാംദാസ് ഗ്രേ ഷെയ്ഡ് ആണ്. ഇനി വേറെ ഏതൊക്കെ താരങ്ങളാണ് ഗ്രേ ഷെയ്ഡിലുള്ളത് എന്നുള്ളത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടാലേ അറിയത്തുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഈ ഒരു ട്രെയിലറും അതുപോലെ തന്നെ ടീസറും പിന്നെ ലൂസിഫർ എന്ന സിനിമ കൂടി ഒന്നുകൂടെ കണ്ടപ്പോൾ തോന്നിയെന്നുള്ള കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.